ഈ സ്കൈ ആണ് നല്ല ഭംഗി. മാഷാല്ലാ. ഞാൻ ജസ്റ്റ് വെറുതെ നടക്കാൻ ഇറങ്ങിയതാണ്. വേറെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ബോറടിക്കുന്നു റൂമിലിരുന്നിട്ട്. അപ്പം ഞാൻ ജസ്റ്റ് നടക്കാൻ ഇറങ്ങി. എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷെ നമുക്ക് നോക്കാം, എങ്ങോട്ടേലും പോവാം. എല്ലാവരും ചോദിക്കലുണ്ട് ഒറ്റയ്ക്ക് പോയാൽ അടിപൊളിയായിരിക്കും. സംഭവം ഞാൻ സെക്കൻഡ് ഇയർ ഒക്കെ ഫുൾ ഒറ്റയ്ക്കായിരുന്നു ഈ യാത്രകളൊക്കെ. പക്ഷെ ചില ടൈമിൽ നമുക്ക് വിചാരിക്കുമല്ലോ, നമുക്ക് ഒറ്റയ്ക്ക് പോയി മടുക്കുമ്പോൾ നമ്മൾ ആരുടെ എവിടെയെങ്കിലുമൊക്കെ പോവാന്ന് വിചാരിക്കും. പക്ഷെ അതിലൊന്നും കാര്യമില്ല, ഒറ്റയ്ക്ക് പോവാം. വിളിച്ചാൽ ആരെങ്കിലുമൊക്കെ വരുമായിരിക്കും, പക്ഷെ നമുക്ക് നോക്കാം. എല്ലാവർക്കും അവരുടേതായ ബിസികളുണ്ടാവും, നമ്മളൊന്ന് മനസ്സിലാക്കണം. ചില സമയത്ത് എനിക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് ഞാൻ കുറേ പ്രശ്നങ്ങൾ. ഇപ്പം ടൈം ഒരു 4:50 ആയിട്ടുള്ളൂ. നല്ലോണം ഇരുട്ടാൻ തുടങ്ങി, ഇരുട്ടാവുന്നുള്ളൂ. പക്ഷെ റൂമിലിരുന്ന് ബോറടിച്ച് ഡിപ്രഷൻ അടിച്ചിരിക്കുന്നതിനേക്കാൾ നല്ലത് പുറത്ത് പോകാൻ തന്നെയാണെന്ന് വിചാരിച്ചു. ഞാൻ റൂമിലിരുന്ന് എനിക്ക് തലവേദന എടുക്കും. അപ്പോൾ കുറേ നേരം ഞാൻ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പുറത്തേക്ക് പോകാം. പുറത്ത് പോയിക്കഴിഞ്ഞാൽ ഞാൻ ഓക്കെ ആവലുണ്ട്. ഞാൻ വിചാരിച്ചു എന്തായാലും മൊയോസ ഡയറക്റ്റ് നേരെ പോയിട്ട് സ്ട്രെയിറ്റ് തന്നെ പോവാ റോട്ടിക്ക്. എന്നിട്ട് അവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോവാന്ന് വിചാരിക്കും. അറിയില്ല, ചിലപ്പോൾ ഞാൻ ലേറ്റ് ആവും. മൊയോസ പോയ ശേഷം ഞാൻ അവിടെ നിന്ന് വേറെ എവിടേക്കെങ്കിലും പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ലേറ്റ് ആയിട്ടൊക്കെ സൺഡേ അല്ലേ, എങ്ങോട്ടെങ്കിലൊക്കെ പോവാം. എവിടം വരെ പോവാൻ പറ്റുമോ അതുവരെയല്ലേ പോവുള്ളൂ എന്തായാലും. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ക്ലാസ്സിന് പോകണമെങ്കിൽ ഇവിടെ നേരെ ഈ വഴി പോയിട്ട് അവിടെ സിഗ്നലിൻ്റെ അവിടെ നിന്നിട്ടാണ് പോകല്. പക്ഷെ ഇന്ന് ഞാനിപ്പോൾ മൊയോസ ഡയറക്റ്റ് സ്ട്രെയിറ്റ് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് ഇവിടെ നിന്ന് സീബ്രാലയും ക്രോസ് ചെയ്തിട്ട് ഞാൻ സ്ട്രെയിറ്റ് പോയി അവിടെ എവിടെയെങ്കിലും ഒരു സീറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ മൊയോസിൻ്റെ ഫ്രണ്ടിലൊരു ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടോ, അപ്പോൾ അവിടെ പോയി ഇരിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങോട്ടേക്ക് പോവാം. ക്രിസ്മസ് സ്റ്റാർട്ട് ആവാറായില്ലേ, ഡിസംബർ സ്റ്റാർട്ട് ആയപ്പോൾ ഇവിടെ എല്ലാവരും ഡെക്കറേറ്റ് ചെയ്യാൻ തുടങ്ങി. ക്രിസ്മസ് അല്ലേ വരുന്നത്, അതുകൊണ്ട് തന്നെ എൻ്റെ ബാക്ക് സൈഡിൽ കാണിച്ചു തരാം. എല്ലാവരും ഡെക്കറേറ്റ് ചെയ്യാൻ തുടങ്ങി. ക്രിസ്മസ് ട്രീയും ഫുള്ള് ലൈറ്റ്സ് അങ്ങനെയൊക്കെ. ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇനി നമുക്ക് നേരെ സ്ട്രെയിറ്റ് പോവാം. ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്. ഈ ബിൽഡിങ്ങിന്റെ നെയിം എന്താണെന്ന് എനിക്കറിയില്ല. അതിൻ്റെ അടുത്താണ് ഈ ഒരു ഡെക്കറേഷൻ ചെയ്തിരിക്കുന്നത്. ഞാൻ ഇവിടെ കുറച്ചു നേരം ഇരുന്ന് റെസ്റ്റ് എടുത്തൊന്നല്ല, ജസ്റ്റ് വെറുതെ കുറച്ചു നേരം ഇരിക്കാന്ന് വിചാരിച്ചു. സംഭവം വെറുതെ ഇരുന്നാണ്, വേറെ പണിയൊന്നുമില്ല. പക്ഷെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ വ്ളോഗിങ് ചെയ്യുന്നതിൽ നമുക്ക് കുറച്ച് നമുക്ക് എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടെങ്കിൽ സ്ട്രെസ്സൊക്കെ പോകും എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. കാരണം എനിക്ക് വ്ളോഗ് ചെയ്യാൻ പറഞ്ഞാൽ വലിയ മടിയുള്ള ആളായിരുന്നു. ഞാൻ വ്ളോഗ് ചെയ്യുന്ന ഒരാളും അല്ല, എനിക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. പണ്ടൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു, അന്ന് വീട്ടുകാർ സമ്മതിക്കില്ലായിരുന്നു. ഇപ്പം അബ്രോഡാണ്, അപ്പം അങ്ങനെ സമ്മതിക്കാൻ തുടങ്ങി. ഞാൻ വ്ളോഗ് ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് നടക്കാൻ ഇറങ്ങിയതാ. ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് പോകണം, പോയിട്ട് ബാക്കി കാണാം. ഈ ഇങ്ങനെയുള്ള വർക്കൊക്കെ ചെയ്യുന്ന ആൾക്കാരെ സമ്മതിക്കണം. സംഭവം അതിൻ്റെ മേലെ കയറി ഇരുന്നിട്ടല്ലേ ചെയ്യൽ. ഇതെങ്ങനെയാ ചെയ്യല് നമുക്ക് ഐഡിയ ഇല്ല. കുറച്ച് നേരം ഇങ്ങനെ നമുക്ക് ഓരോ സാധനങ്ങൾ നമുക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാം. നമ്മൾ ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കുറേ കാര്യങ്ങൾ നോക്കും. ഞാൻ ചിലപ്പോൾ മൊയോസിൻ്റെ ഉള്ളിൽ കയറും. ഞാൻ മൊയോസിൻ്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ മൊയോസിൻ്റെ ഉള്ളിൽ കയറും. ഇനിയിപ്പോൾ ടൈമായിട്ട് കേട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് വെറുതെ പുറത്തിരിക്കാനുള്ള സ്ഥലമുണ്ട്. അവിടെ കുറച്ച് ഫ്ലവേഴ്സൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ തണുപ്പായതുകൊണ്ട് ഫ്ലവേഴ്സ് ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. സംഭവം നമുക്ക് നോക്കി നോക്കാം. ഉണ്ടാവാനാണ് ചാൻസ്. പിന്നെ നമുക്ക് പോകാൻ ഉള്ളിലേക്ക് പറ്റുകയാണെങ്കിൽ ഞാൻ എന്തായാലും ഉള്ളിൽ പോയിട്ട് വീഡിയോ ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട്, എന്നാലേ വീണ്ടും ഇടാം. ഞാൻ അന്ന് അതിൻ്റെ ഉള്ളിലുള്ള കുറേ
വീഡിയോസ് ഒന്നും ഞാൻ ഇട്ടിട്ടില്ല, കുറച്ചൊന്നും ഇട്ടിട്ടില്ല. ഞാൻ നേരെ എടുത്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ എടുക്കാനും പറ്റിയില്ല, ഇട്ടിട്ടുമില്ല. അപ്പോൾ അങ്ങനെ ഇടാൻ പറ്റുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ആക്കുന്നതാണ്, സോറി ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നതാണ്. ഈ ഏരിയയിലുള്ള വീടുകളൊക്കെ കുറച്ച് നല്ല ഭംഗിയാണ്. ഈ ഏരിയ കുറച്ച് നല്ല ക്ലീൻ ആണ്. ഞാൻ ബാക്കിയുള്ള സ്ഥലങ്ങൾ കണ്ടുവച്ചതിൽ ഈ ഒരു സൈഡ് നല്ലൊരു ക്ലീൻ ആയിട്ട് നല്ല വീടുകളും നല്ല പീസാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ സൈഡിൽ കൂടെ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ മൊയോസ എത്താറായി, കുറച്ചു ദൂരമുള്ളൂ. ഈ വീടുകളൊക്കെ കണ്ടില്ല. ഞാൻ ഇതൊക്കെ ഞാൻ കുറേ വ്ളോഗ്സ് ഒക്കെ ഇങ്ങനെ കാണായിരുന്നു പണ്ട്, ജസ്റ്റ് വെറുതെ. എനിക്ക് അബ്രോഡ് പോകാൻ പറ്റുന്നോ അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചതേ ഇല്ല, ഇതുവരെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല ഇവിടെ വരും വരെ. പക്ഷെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ചെറുപ്പം തൊട്ടിട്ട് തന്നെ. ചെറുപ്പം തൊട്ട് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു, എന്താണ്, എനിക്ക് അബ്രോഡ് എവിടെയെങ്കിലും പഠിക്കാൻ പോകണം. പക്ഷെ എന്താ വെച്ചാൽ എൻ്റെ വീട്ടുകാരിൽ അവർക്കറിയാലോ ഞാൻ ചെറുപ്പം തൊട്ട് വീട്ടിൽ മാറി നിന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് വാപ്പ പറയുമ്പോൾ സൗദിയിലാവും, പക്ഷെ ഉമ്മാനെ വെച്ചാൽ ഉമ്മാനെ ഞാൻ വിട്ട് നിന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്നെ എല്ലാവർക്കും ഡൗട്ടായിരുന്നു, ഞാൻ മാറി നിൽക്കുവോ, ഇവള് കരയോ അങ്ങനെയൊക്കെ. പക്ഷെ ഞാനെന്തോ എയർപോർട്ടിൽ നിന്ന് പോലും ഞാൻ എന്തായിട്ടില്ല, കരഞ്ഞിട്ടില്ല. എയർപോർട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ഞാൻ തീരെ കരഞ്ഞില്ല. എയർപോർട്ടിൽ നിന്ന് വന്നിട്ടും കയറിയിട്ടും ഞാൻ കരഞ്ഞില്ല. അത് എനിക്ക് തന്നെ അത്ഭുതമാണ്. കാരണം എനിക്ക് അന്ന് ഫസ്റ്റ് ഇയർ നാട്ടിൽ നിന്ന് ഇങ്ങനെ മാറി നിൽക്കണം, അപ്പം അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് എനിക്ക് നല്ലോണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ കരഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ സെക്കൻഡ് ഇയർ വന്നപ്പോൾ കുറച്ച് സങ്കടം ഉണ്ടായിരുന്നു. തേർഡ് ഇയർ വന്നപ്പോൾ സങ്കടം കൂടി. കാരണം നമുക്കറിയാം ഇവിടെ എങ്ങനെയാണ്, ഒറ്റയ്ക്ക് നമ്മൾ എങ്ങനെയൊക്കെ ഒരു എന്തെങ്കിലും സങ്കടം വന്നാൽ നമ്മൾ ഒറ്റയ്ക്ക് തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. സങ്കടം വന്നതിനാൽ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് തന്നെ തീർക്കാം. അത് മനസ്സിലാക്കിയപ്പോൾ നമുക്ക് എന്തായി, ഇവിടെ മെല്ലെ നമുക്ക് മടുക്കും. അല്ല, ഇനിയിപ്പോൾ ഒരു 3-4 വർഷം ഉണ്ടാവുമായിരിക്കും. അതും കൂടെ എങ്ങനെയെങ്കിലും കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഡ്രീം ആയിരുന്നു MBBS പഠിക്കണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പുറത്തേക്ക് വന്നത്. അല്ലാതെ എൻ്റെ വീട്ടുകാർ തള്ളി പറഞ്ഞു വിട്ടതോ അങ്ങനെയൊന്നും അല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പുറത്തേക്ക് വരണം. സേഫ് സോണിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ എവിടെ എത്താൻ പോണില്ല. കുറച്ചൊക്കെ നമ്മൾ മാറി നിന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ എങ്ങനെയൊക്കെയാണ് ആൾക്കാർ എന്നൊക്കെ. അപ്പം നമുക്ക് കുറച്ച് ആൾക്കാരൊക്കെ മനസ്സിലാവും. ഞാൻ മൊയോസിന്റെ ഫ്രണ്ടിൽ എത്തി. എനിക്ക് തോന്നുന്നില്ല കയറ്റിവിടുന്നേ, ചോദിച്ചൊക്കെ നോക്കാം. കയറിക്കഴിഞ്ഞാൽ സമാധാനമായി പീസായിട്ടിരിക്കാം. കയറ്റുമെന്ന് അറിയില്ല. ഞാനങ്ങനെ മൊയോസിന്റെ ഉള്ളിലേക്ക് കയറി. അവര് പറഞ്ഞ് 6 മണി വരെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ മൊയോസിക്ക് വരൽ തന്നെ ഈ മയിലുകളെ കാണാൻ വേണ്ടിയിട്ടാണ്. കണ്ടില്ലേ, ആൾക്കാർ എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. പേടിക്കാനൊന്നുമില്ല, നമ്മൾ ഉണ്ടായി നിന്ന് കഴിഞ്ഞാൽ മതി. അത് അതിൻ്റെ കാര്യം നോക്കി പോവും. നമ്മൾ അതിനൊന്നും ചെയ്യാൻ പോവാതിരുന്നാൽ മതി. ഇവിടെ മെയിനായിട്ട് വേറെ സൗണ്ടുകളൊന്നും ഉണ്ടാവില്ല. നമുക്ക് പീസ്ഫുള്ളാണ്. പ്രത്യേകിച്ച് വേറെ ഡിസ്ട്രാക്ഷൻസോ ഒന്നുമില്ല. നമുക്ക് ഇവരെ നോക്കി ഇങ്ങനെ ഇരിക്കാം. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അന്ന് ഞാൻ വന്ന സമയത്ത് ഗോതമ്പൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അതൊന്നും കാണാനില്ല. തണുപ്പായതുകൊണ്ടായിരിക്കാം. ആകെ 2 എണ്ണത്തിനെ പുറത്തിട്ടിട്ടുള്ളൂ. ഇന്ന് കുറേ പേരുണ്ടായിരുന്നു. ഞാൻ ഇവിടെ വന്ന് ചെന്നപ്പോൾ അത് അങ്ങോട്ട് പോയി. ഞാൻ അങ്ങോട്ട് പോയാൽ അത് ഇങ്ങോട്ട് വരും. കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിലാണ് ഇതുകളെ വളർത്തുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കുറേ മയിലുകളുണ്ട്. അന്ന് ഞാൻ വന്ന സമയത്ത് ഇവിടെ ഒരു ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റാക്കി. അങ്ങനെ ഇതാണ് മൊയോസ. ഇത് മാത്രമല്ല, ഉള്ളിലേക്ക് പോകണം. ഞാൻ ജസ്റ്റ് ഇത് മാത്രം ഇങ്ങനെ എടുത്തതാണ്. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ പോകാമെന്ന് വിചാരിച്ചു. സിംഗം ലോക്കാം. ഇത് ലോക്കാണ്. അസ്സലാമലൈക്കും. ഡോറ് ക്ലോസ് ചെയ്യാൻ പറഞ്ഞു. പുറത്ത് നല്ല തണുപ്പില്ലേ.
ഈ ടൈമിൽ ഞാൻ എൻ്റെ മൈക്ക് ഓണാക്കാൻ മറന്നുപോയി. അതുകൊണ്ട് എന്താ പറഞ്ഞതെന്ന് എനിക്കതിന് ശേഷം എഡിറ്റ് ചെയ്യുമ്പോഴും ഓർമ്മ കിട്ടുന്നില്ല. ഞാൻ ജസ്റ്റ് അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. പിന്നെ ഞാൻ കുറച്ച് അതിനുള്ളിൽ ഇങ്ങനെ സംഭവം ഇങ്ങനെ കണ്ടിട്ടൊക്കെ കുറച്ച് നേരം നിന്ന്. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും പുറത്ത് നിന്നിട്ടാണ്. അതുകൊണ്ട് തന്നെ വണ്ടിയുള്ള സൗണ്ടുകളൊക്കെ നല്ലോണം ഉണ്ടാവും. പിന്നെ ഈ ഒരു ഈ മിറർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് കാലത്ത് തന്നെ ഇങ്ങനെയുള്ള മിററൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെക്കാളും വെച്ച് നോക്കുന്ന സമയത്ത് അന്ന് ഇങ്ങനത്തെ മിററൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് അത്ഭുതം തന്നെയാണ്. ഞാൻ കുറച്ച് അതിന് മുന്നേ നിന്ന് വീഡിയോസൊക്കെ എടുത്ത് പിന്നെ ഞാൻ പുറത്തിറങ്ങി. ഒരാവശ്യം വരുമ്പോൾ എൻ്റെ മൈക്ക് വർക്ക് ചെയ്യില്ല. അപ്പോൾ ഞാൻ സംസാരിച്ചൊന്നും മൈക്കിൽ കേട്ടിട്ടില്ല കുറച്ചൊന്നും. അത് ഞാൻ മൈക്ക് ഓണാണോ എന്ന് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അത് കുഴപ്പമില്ല, ഞാൻ ഡബ് ചെയ്തോളാം. പിന്നെ ഞാനവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, സേഫ് സോണിൽ നമ്മൾ എപ്പോഴും നിൽക്കുമ്പോൾ നമുക്ക് തോന്നും എനിക്കിനി വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അപ്പം നമ്മളെപ്പോഴും സേഫ് സോണിൽ നിൽക്കാതിരിക്കുക. ഞാൻ അതാണ് പകുതി വഴി പറഞ്ഞു നിർത്തിയത്. പിന്നെ ഞാൻ മൊയോസിൻ്റെ ഉള്ളിൽ കയറി. അപ്പോൾ പിന്നെ അത് ഞാൻ വിട്ടുപോയി പറയാൻ. അപ്പോൾ വീഡിയോ ബാക്ക് അടിച്ച് നോക്കിയപ്പോഴാണ് ഞാൻ പറഞ്ഞത് പകുതി വെച്ച് നിർത്തിയത് കണ്ടത്. സേഫ് സോണിൽ നിൽക്കാണ്ട് നമ്മൾ എന്ത് ചെയ്യാം, കുറച്ച് വിട്ട് നിൽക്കാം. നമ്മൾ ഉമ്മാനെയോ വാപ്പാനെയോ വിട്ട് നിന്നാൽ തന്നെ നമ്മളെ പകുതി എന്തായി ഇൻഡിപെൻഡൻ്റ് പോലെ. കാരണം എല്ലാം ഒറ്റയ്ക്ക് നമ്മൾ ചെയ്യണം. നമ്മളെ സഹായിക്കാൻ ആരുമില്ല. നമുക്ക് പ്രത്യേകിച്ച് ഈ വയ്യാതെ അയക്കാനല്ല, വല്ല പനിയോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് ആരും ഉണ്ടാവില്ല. നമുക്ക് വീട്ടിൽ നമ്മുടെ ഉമ്മയോ വാപ്പയോ നമ്മുടെ അടുത്ത് ചോദിക്കുന്ന പോലെ പുറത്ത് നമ്മുടെ അടുത്ത് ആരും ചോദിക്കില്ല. പിന്നെ ഫ്രണ്ട്സ് ചോദിക്കും, അല്ലാതെ നമുക്ക് വേറെ ആരെങ്കിലും എങ്ങനെയുണ്ട് ഒരിക്കൽ എന്തെങ്കിലുമൊക്കെ ചോദിക്കുമായിരിക്കും. രണ്ടാമത് അവർ മറക്കും. നമ്മളായാലും അങ്ങനെ ആയിരിക്കാം, അറിയില്ല, അതെന്തോ ആവട്ടെ. പിന്നെ അപ്പോൾ സേഫ് സോണിൽ നിന്ന് മാറുന്നത് തന്നെ പകുതി നമ്മൾ മാറും. നമുക്ക് ആൾക്കാരെ മനസ്സിലാവും, ആൾക്കാർ എങ്ങനെയാണ്, എന്തൊക്കെയാണ്, നമ്മൾ എവിടെ എങ്ങനെയൊക്കെ സംസാരിക്കണം, എവിടെ നമ്മൾ സൈലൻ്റ് ആയിരിക്കണം. പിന്നെ നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഞാൻ ഇപ്പം എന്താ ചെയ്യുക വെച്ചാൽ മാക്സിമം സൈലൻ്റ് ആയിട്ടിരിക്കും. പിന്നെ എനിക്ക് എൻ്റെ കൺട്രോൾ പോയാലും അത്രയും നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നമുക്ക് എന്തെങ്കിലും ചെയ്താലും നമുക്ക് സങ്കടം വരുള്ളൂ. അത് എൻ്റെ വാപ്പ എപ്പോഴും എനിക്ക് പറഞ്ഞു തരലുണ്ട്. നമുക്ക് അത്ര എൻ്റെ വാപ്പ എനിക്ക് വോയിസ് അയക്കും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ മോട്ടിവേഷൻ ആയിട്ട്. ഉമ്മ അയക്കലും ഉണ്ട്. ഉമ്മ ഫോൺ വിളിക്കുമ്പോഴാണ് പറയല്. ഞാൻ അവിടെ നിന്ന് കുറച്ച് പറഞ്ഞതൊക്കെ മൈക്ക് പെട്ടെന്ന് കട്ടായി പോയി. അപ്പോൾ അതിൽ കേട്ടില്ല. ഞാൻ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു. അവിടെ കുറച്ച് ലൈറ്റ് കുറവായി, ഇവിടെ കുറച്ച് ലൈറ്റ് ഉണ്ട്. അപ്പോൾ അതിനെ പറഞ്ഞെന്താ വെച്ചാൽ എൻ്റെ MBBS പഠനത്തിൽ കുറേ പേര് എന്നെ പഠിപ്പാണ് നല്ലത് എന്ന് പറഞ്ഞ് കുറേ പേര് പുഷ് ചെയ്തവരുണ്ട്. അതിൽ മെയിനായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഞാൻ എൻ്റെ MBBS പഠനം പറഞ്ഞു ചെന്നത് എൻ്റെ ഉമ്മാൻ്റെ താത്താൻ്റെ ഭർത്താവിൻ്റെ അടുത്താണ്. ആളിപ്പോൾ ഇല്ല, ആൾ മരിച്ചുപോയി. അപ്പോൾ ആളുടെ കയ്യിലാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആൾ തന്നെയാണ് പറഞ്ഞത്, നന്നായി പഠിക്കണം, നല്ല ഡോക്ടറാവണം, നമ്മുടെ ഫാമിലിയിൽ ഇല്ല, 2 ഫാമിലിയിലും ഇല്ല, അതുകൊണ്ട് തന്നെ നീ പഠിക്ക്, നല്ല നിലയിലെത്ത് എന്നൊക്കെ പറഞ്ഞു. പിന്നെ എൻ്റെ മാമ, ഞങ്ങൾ അണ്ണൻ മാമ എന്ന് വിളിക്കും. ആള് നല്ല സപ്പോർട്ടാണ്. ഞാൻ ഫസ്റ്റ് ഇയർ അല്ല, ഞാൻ നീറ്റ് എക്സാം പഠിക്കുമ്പോഴേ എന്നെ ഡോക്ടറെ എന്നാണ് വിളിക്കല്. അപ്പോൾ അന്ന് തൊട്ടുള്ള മോട്ടിവേഷൻ അണ്ണമാമ, ആളൊരു നല്ല മോട്ടിവേഷനാണ്. നാട്ടിൽ പോയാലും തന്നെ നല്ല ഡോക്ടറെ തന്നെ വിളിക്കുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ബാക്കി ഇനിയിപ്പോൾ 3 വർഷം ഇനിയുണ്ട്. ഞാൻ ഇപ്പോൾ 3rd ഇയർ ആയിട്ടേ ഉള്ളൂ. ഇനിയുണ്ട് വർഷങ്ങൾ. പക്ഷെ എന്താവും എന്നൊക്കെ പഠിച്ചവന് മാത്രമേ അറിയുള്ളൂ. നമ്മുടെ ഇതിൽ പോവുക, അത്രേ ഉള്ളൂ. പിന്നെ എൻ്റെ വാപ്പാൻ്റെ ഏട്ടൻ, എൻ്റെ മൂത്താപ്പ, ആളും വലിയ മൂത്താപ്പ, ആളും നല്ല സപ്പോർട്ടാണ്. പിന്നെ എൻ്റെ വാപ്പാൻ്റെ ഉമ്മ, പിന്നെ എല്ലാവരും, ഫാമിലിയിൽ എല്ലാവരും. ഞാൻ പിന്നെ എന്താ പറയല്, എൻ്റെ ഒരു താത്ത ഉണ്ട് ഷഫ്ന എന്ന് പറഞ്ഞിട്ട്, ആളുടെ മകൻ ജാബിർ, അവൻ യൂട്യൂബിൽ ആ വീഡിയോ തുടങ്ങിയപ്പോഴും എന്താണ് വീഡിയോ ഇടാത്ത പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് ചോദിക്കുന്ന ആളാണ്. അതേപോലെ തന്നെ എൻ്റെ ഡോക്ടറിനെ വിളിക്കുള്ളൂ. അങ്ങനെ അവരെ കുറേ പേരുണ്ട്. ഇങ്ങനെ കുറേ പേരാണ് എന്നെ സപ്പോർട്ട് ചെയ്യൽ. അപ്പോൾ ഇതൊന്നും ഞാൻ മറക്കൂല. കാരണം നമുക്കറിയാം, ഞാനൊക്കെ എന്താ വെച്ചാൽ നമുക്കറിയാം നമ്മളൊക്കെ ഇവിടെ നിന്നാണ് വന്നത് എന്നൊക്കെ നമുക്ക് നല്ലോണം അറിയാം. അതുകൊണ്ട് നമുക്ക് ആൾക്കാരെ മറക്കില്ല, നമ്മളങ്ങനെയാണ്. കുറേ ആൾക്കാരുണ്ട് ഇന്ന് കണ്ടാൽ അവരായിരിക്കും എല്ലാം, ഇന്നലെ കണ്ടവർ മറക്കും. പക്ഷെ നമ്മളങ്ങനെയല്ല, മറക്കൊന്നുമില്ല. നമുക്കറിയാം ആൾക്കാരൊക്കെ എങ്ങനെയാണ്, എന്തൊക്കെയാണെന്ന്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പ്ലേസ് മാറി ഇരിക്കുകയാണ്. കാരണം ഇവിടെ ലൈറ്റ് നല്ലോണം കുറവാകുന്നുണ്ട്.
പിന്നെ അത് മാത്രമല്ല മുയോസം ഒരു 6 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യുന്ന പറഞ്ഞത്. അപ്പോൾ ഞാനൊരു ഇപ്പോൾ 5:40 5:45 ഞാൻ വിചാരിച്ചു ഇറങ്ങാം. കാരണം ഞാൻ മാത്രമേ ഉള്ളൂ അതിൻ്റെ ഉള്ളിൽ, ബാക്കി എല്ലാവരും ഇറങ്ങി. പിന്നെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യുന്ന പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഇറങ്ങി. അപ്പോൾ അതേപോലെ നമ്മളൊരു സാധനത്തിലേക്ക് ഇറങ്ങുമ്പോൾ, ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മളെ ചിലപ്പോൾ കുറേ ഒരു സപ്പോർട്ട് ചെയ്യാനുണ്ടാവും, സപ്പോർട്ട് ചെയ്യാനില്ലാത്തവരുണ്ടാവും. ഇനിയിപ്പോൾ നമ്മളിതിൽ ഇറങ്ങിയാൽ തന്നെ ബാക്കിയുള്ള സങ്കടങ്ങളൊക്കെ നമ്മൾ തന്നെ ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരും. അങ്ങനെ അത് നമ്മൾ ഒറ്റയ്ക്കാവുമ്പോൾ നമ്മൾ ചെയ്യാൻ പഠിക്കും, അത് വേറെ കാര്യം. പിന്നെന്താണ് പിന്നെ എൻ്റെ ആഗ്രഹങ്ങൾ മാഷാഅല്ലാഹ് ഞാൻ ഇതുവരെ ആഗ്രഹിച്ചൊക്കെ ഞാൻ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് എനിക്ക് കിട്ടിയ ആഗ്രഹങ്ങളൊന്നുമല്ല. ഞാനിപ്പോൾ MBBS ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ചെറുപ്പം തൊട്ടുള്ള ആഗ്രഹം, അതന്നെ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഇവിടെ ഞാൻ ഇവിടെ 3rd ഇയർ പഠിക്കും അത് നടന്നത്. അപ്പോൾ അബ്രോഡ് പോകണം എന്നുള്ളൊരു ആഗ്രഹം, അപ്പോൾ എല്ലാ ആഗ്രഹവും നടക്കും ഇൻഷാ അല്ലാഹ്. പക്ഷെ നമ്മൾ കുറച്ച് എഫേർട്ട് എടുക്കണം. എഫേർട്ട് മീൻസ് നമ്മൾ അതിലേക്ക് ഇറങ്ങണം, ഇറങ്ങിക്കഴിഞ്ഞാൽ നടക്കും. ഇനിയും എനിക്ക് കുറേ ആഗ്രഹങ്ങളുണ്ട്. ആഗ്രഹങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ ഒക്കെ വലിയ വലിയ ആഗ്രഹങ്ങളാണ്. ചെറിയ ആഗ്രഹങ്ങളൊന്നും നമ്മൾ ആഗ്രഹിക്കാറില്ല. ആഗ്രഹങ്ങൾ ചെറുതുണ്ട് വലുതുണ്ട്, പക്ഷെ നമ്മൾ നടത്തണം. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ ഈ വീഡിയോ ഞാൻ നോക്കുന്ന സമയത്ത് എന്തോ മോട്ടിവേഷൻ വീഡിയോ പോലെ ഉണ്ട്. സംഭവം മോട്ടിവേഷൻ വീഡിയോ ഒന്നുമല്ല. ഞാനിന്ന് ബോറടിച്ചിരുന്നു, അപ്പം ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ഞാൻ വ്ളോഗ് ഇടാമെന്ന് വിചാരിച്ചു. വ്ളോഗ് ഇട്ടിട്ട് കുറച്ച് ദിവസമായി, അതുകൊണ്ട് തന്നെ ഇടാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ ഞാൻ വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വ്ളോഗ് ചെയ്യുമ്പോൾ നമുക്ക് കുറേ സംസാരിക്കാനുണ്ടാവുമല്ലോ ഒറ്റയ്ക്കാകുമ്പോൾ. മറ്റേ നമ്മൾ ഫ്രണ്ട്സ് ആകുമ്പോൾ ഫ്രണ്ട്സിൻ്റെ നമ്മൾ ഓരോ ചിരി കളികൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണ് വ്ളോഗിൽ ഉണ്ടാവില്ല. അപ്പോൾ ഞാനിങ്ങനെ എടുത്ത്. ഇനിയിപ്പോൾ ഞാൻ ഇപ്പം തന്നെ റൂമിലേക്ക് പോകണ്ടോ ചോദിച്ചാൽ എനിക്കറിയില്ല, ഞാൻ പ്ലാനൊന്നും ചെയ്തിട്ടില്ല. ചിലപ്പോൾ ഞാൻ റൂമിലേക്ക് നേരെ പോകും. ഇപ്പോൾ ഒരു 6 മണിയായി. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും പോകണം എന്ന് വിചാരിക്കുന്നു. ഒന്നില്ലെങ്കിൽ സൗദോൻ്റെ ഫ്രണ്ടിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും, അറിയില്ല, ചിലപ്പോഴേ പോവുള്ളൂ. എൻ്റെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഞാൻ തന്നെ വിചാരിക്കുന്നത് വെച്ചിട്ട് അതായിട്ടില്ല സംഭവം. ഇടയ്ക്ക് എനിക്ക് ഇങ്ങനെയൊക്കെ തോന്നും. ചില സമയത്ത് ഞാൻ പറയുന്ന പൊട്ടത്തരങ്ങൾ ഞാൻ തന്നെ ആലോചിക്കുമ്പോൾ എനിക്ക് തന്നെ എന്തോ പോലെ തോന്നും. പിന്നെ നമ്മൾ ഓരോ ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരുടെ അടുത്താണ് നമ്മൾ എന്ത് ചെയ്യുക, നല്ല കളിയും ചിരിയും. അല്ലാത്തവരുടെ അടുത്ത് നമ്മൾ എന്ത് ചെയ്യും, മെച്ചുവേർഡായിട്ട് പെരുമാറും, ഇഷ്ടമല്ലാത്ത ആൾക്കാരുടെ അടുത്ത്. അങ്ങനെ ഞാനിവിടെ ലേറ്റ് കുറയുന്നുണ്ടെങ്കിൽ ഞാൻ വേറെ എങ്ങോട്ടെങ്കിലും പോകട്ടെ. അല്ലെങ്കിൽ ഇവിടെ ലേറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്താവും, വീഡിയോസ് ക്ലിയർ ഉണ്ടാവില്ല. പിന്നെ അവിടെ ഒരു ഷോപ്പുണ്ട്, ഫ്ലവർ ഷോപ്പ്. എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് ഈ ഫ്ലവേഴ്സും ട്രാവൽ ചെയ്യാൻ. ഈ 2 സംഭവമാണ് എനിക്കിഷ്ടം. അപ്പോൾ അവിടെ ഫ്ലവേഴ്സ് ഉണ്ട്. നമുക്ക് ആ ഫ്ലവർ ഷോപ്പിൽ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് ഫ്ലവേഴ്സ് ഫോട്ടോ ഒക്കെ എടുക്കാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി പോണ വഴിയിൽ കാണാം. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഫ്ലവർ ഷോപ്പ്. ഇവിടെ നിറയെ ഫ്ലവേഴ്സ് ഉണ്ട്. ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് കയറി കുറച്ച് നേരം ഫ്ലവേഴ്സൊക്കെ ഞാൻ നോക്കി. ഞാൻ പറഞ്ഞില്ല എനിക്കിങ്ങനെ ഫ്ലവേഴ്സ് ട്രാവൽ ചെയ്യാൻ ഇത് രണ്ടുമാണ് ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് നോക്കി. ഇതൊരു ഗിഫ്റ്റ് ഷോപ്പാണ്. ഞാൻ ഒരു മിനി മാർക്കറ്റിൽ കയറി. മിനി മാർക്കറ്റിൽ നിന്ന് ഒരു ബ്രൂണി മേടിച്ച്. പിന്നെ ഇവിടെ കുറേ ഉണ്ട്. ഞാൻ വേറെ ഒന്നും മേടിക്കുന്നില്ല, ഞാൻ ഒരു ബ്രൂണിയാണ് എടുത്തത്. ഇവിടുത്തെ ബ്രെഡ്. അങ്ങനെ ഞാൻ വീട്ടിൻ്റെ അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ വെച്ചിട്ട് വീഡിയോ ഞാൻ എൻ്റെ ആക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.